ഞാനിപ്പോൾ നിൽക്കുന്നത് പിണറായി ഗ്രാമത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. തലശ്ശേരി മണ്ഡലം ഇവിടെ അവസാനിക്കുന്നു. തൊട്ടപ്പുറത്ത് കാണുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ പിണറായിയിലേക്ക് പ്രവേശിക്കുക. ഒരു പുത്തൻ പിണറായിയാണ് ഇപ്പോൾ ഉള്ളത്. മുമ്പ് പലതവണ പിണറായി വന്നിട്ടുണ്ട്, പാറപ്പുറം ഒക്കെ പോയിട്ടുള്ളതാണ്. പക്ഷേ അത്യപൂർവമായ ഒരു കാഴ്ചയ്ക്ക് ഒരു പ്രസക്തിയുണ്ട്. ഇവിടെ ഞാൻ കാണുമ്പോൾ ഇട സൈഡിൽ ഒരു മാതൃകാ കള്ള് ഷാപ്പുണ്ട്. തലശ്ശേരി റേഞ്ചിലുള്ള 2ാം ഗ്രൂപ്പിൽ പെടുന്ന ബീഷ എൻ ലൈസൻസി ആയിട്ടുള്ള ഒരു കള്ള് ഷാപ്പാണ്. കള്ള് ഷാപ്പിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഇരിക്കുന്നത് ശ്രീനാരായണ വായനശാലയും ഗ്രന്ഥാലയവുമാണ്. ശ്രീനാരായണ വായനശാല ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള വായനശാലയാണ്. തൊട്ടടുത്ത് തന്നെ കള്ള് ഷാപ്പ് ഉണ്ട് എന്നുള്ള ഒരു വൈരുദ്ധ്യമുണ്ട്. മദ്യം ഉണ്ടാക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞ ഒരു മഹാന്റെ പേരിലുള്ളതാണ്. തൊട്ടപ്പുറത്ത് തന്നെ സബ്ദർഹാഷ്മി, ഫാസിസ്റ്റുകൾ കൊന്ന സബ്ദർഹാഷ്മിയുടെ ഒരു സ്മാരകമുണ്ട്. വളരെ കൗതുകമുള്ള, വളരെ വ്യത്യസ്തമായ വൈരുദ്ധ്യമെന്ന് തോന്നുമെങ്കിലും വൈരുദ്ധ്യത്തെ തന്നെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകതരം അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. പിണറായി ഉൾപ്പെടുന്ന ധർമ്മട മണ്ഡലത്തിന്റെ ഒരു വിലയിരുത്തലിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല. കാരണം വിലയിരുത്തലിന്റെ ആവശ്യമില്ല. കേരളത്തിൽ 140 മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഒന്നാമത്തെ ജനപ്രതിനിധി, മികച്ച ജനപ്രതിനിധി ആരെന്നുള്ള പല സർവേകളിലും മുന്നിൽ വന്നിരിക്കുന്നത് 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് പിണറായിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വിലയിരുത്തലിന് യാതൊരു പ്രസക്തിയുമില്ല. എങ്കിലും ഈ മണ്ഡലത്തിൽ ഞങ്ങൾ കണ്ട ചില കാഴ്ചകളെക്കുറിച്ചും, അത് കേരളത്തിൽ വളരെ റിമോട്ടായ, കണ്ണൂരിൽ തന്നെ അങ്ങേറ്റം റിമോട്ടായ ഒരു പ്രദേശത്ത്, തനി കുഗ്രാമം എന്ന് പറയാവുന്ന പ്രദേശത്ത് തെങ്ങിൻ തോപ്പുകളും നീർച്ചാലുകളും കായലും ഒക്കെ കലർന്ന ഈ പിണറായി ഗ്രാമത്തെക്കുറിച്ച്, അവിടെ കണ്ട കാഴ്ചകളെക്കുറിച്ച്, ഇന്ത്യയിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വിത്തുപാകിയ പാറപ്പുറം ഉൾപ്പെടുന്ന സ്ഥലത്തെക്കുറിച്ച് എല്ലാം കണ്ടിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച ഒരു വിശകലനമാണ്, വിലയിരുത്തലല്ല നടത്തുന്നത്. ശ്രീ ഇ.പി. അനിൽ, എന്താണ് നമ്മൾ ഈ പിണറായി ഗ്രാമത്തിലൂടെ കടന്നു വന്നപ്പോൾ താങ്കൾക്ക് അനുഭവപ്പെട്ട ഒരു ഫീൽ എന്താണ്? പൊതുവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ പറ്റി പറയുന്നത് ഈ വികസന വിരോധികളും പഴമയിൽ വല്ലാതെ അഭിരമിക്കുന്നവരും ഒക്കെയാണെന്നൊരു പൊതുധാരണയുണ്ടല്ലോ. സ്വാഭാവികമായി പാറപ്പുറത്ത് 1939 രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും കരുത്തുറ്റ വേര് ഇപ്പോഴും ശക്തിയായി തുടരുന്ന പിണറായി പഞ്ചായത്ത് നമ്മൾ എത്തുമ്പോൾ ഈ ഒരു വ്യവസ്ഥാപിത ധാരണകളെ അവർ തിരുത്തുന്നുണ്ട്. ഒരു പഞ്ചായത്തിൽ തന്നെ വളരെ വളരെ ആധുനികമായ കോൺഫറൻസ് ഹാൾ, ഒരു വലിയൊരു കോൺഫറൻസ് സമുച്ചയം, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലൊരു എഡ്യൂക്കേഷൻ ഹബ്ബ്, അതൊരു വലിയ സങ്കല്പമാണ്. കാര്യം ഉദാഹരണമായി ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ ഒരു സർവകലാശാലയിൽ ഒരു കുട്ടിക്ക് പഠിക്കണമെങ്കിൽ ആ ക്യാമ്പസിലേക്ക് പോയി പഠിക്കുന്നതിന് പകരം ഒരു ഗ്രാമത്തിൽ പല സർവകലാശാലകളുടെയും പലതരം കോഴ്സുകളും ഒന്നിച്ച് നടത്താൻ കഴിയുന്ന ഒരു പശ്ചാത്തല സൗകര്യം ഒരുക്കൽ, വലിയ തരത്തിലുള്ള ആശുപത്രി സമുച്ചയം, ഇങ്ങനെ പിന്നെ റോഡുകളെ പറ്റി പറയുമ്പോൾ മൊത്തത്തിൽ വളരെ പ്രകൃതി രമണീയമായ ഒരു പഞ്ചായത്തിൽ വികസനത്തിൻ്റെ ഒട്ടുമിക്ക പ്രതിസന്ധികളെയും തരണം ചെയ്യുമാറ ആ പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഈ പറയുന്ന ആ മണ്ഡലത്തെ മൊത്തത്തിൽ ശ്രദ്ധിക്കുവാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്നത് വളരെ വലിയ കാര്യം. അപ്പോൾ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഞങ്ങൾ ചിലരോട് ചോദിക്കുകയും ചെയ്തു, ചില ആളുകളോടൊക്കെ ചോദ്യം ചെയ്തു. അത് വ്യക്തമായ മറുപടിയൊന്നും ഉണ്ടായില്ല. മറുപടി ഉണ്ടാകാൻ അവർക്ക് മറുപടി പറയാൻ പ്രയാസമായിരിക്കും. കാരണം 140 മണ്ഡലങ്ങളിലും ഒരേപോലെ വികസിപ്പിക്കുക എന്ന് പറയുന്ന ഒരു നയമാണ് സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. പക്ഷേ 140 മണ്ഡലങ്ങളിൽ പിണറായി അല്ലെങ്കിൽ ധർമ്മടം മണ്ഡലം വികസിച്ചതുപോലെ മറ്റെല്ലാ മണ്ഡലങ്ങളും, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ CPM-ൻ്റെയൊക്കെ അംഗങ്ങളുള്ള എല്ലായിടത്തും അങ്ങനെ വികസനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തീർത്തും പറയാൻ കഴിയില്ല. അല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 1900 കേരളം രൂപീകരിച്ചതിന് ശേഷം യഥാർത്ഥത്തിൽ അധികാരത്തിൻ്റെ ഉന്നതങ്ങളിൽ മലബാറിൽ നിന്നുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും വികസനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ മലബാർ ഇപ്പോഴും പിന്നോക്കാവസ്ഥയാണ്, നമ്മൾ അംഗീകരിക്കണം. അതും ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി സംസാരിക്കണം. നോക്കൂ, റോഡ് എടുത്താൽ അങ്കമാലി വരെ, എന്നുവെച്ചാൽ തിരുവിതാംകൂറുകാർക്ക് 2 റോഡുകളുണ്ട്, നാഷണൽ ഹൈവേ ഉണ്ട്, MC റോഡുണ്ട്. അവിടെ ഇങ്ങോട്ട് വന്നാൽ ഒരു റോഡേ ഉള്ളൂ. എന്നാൽ ജനസംഖ്യ എടുത്ത് പരിശോധിച്ചാൽ ഈ കണ്ണൂരും കോഴിക്കോടും ഒക്കെ മലപ്പുറവും ഒക്കെ ജനസംഖ്യ അധികം തന്നെയാണ്, സാന്ദ്രത കൂടുതലാണ്. ആ കാര്യത്തിൽ മാത്രമല്ല, ഒട്ടുമിക്ക മേഖലകളിലും കഴിഞ്ഞ നാളുകളിൽ മലബാർ പിന്നോക്കം പോയിരുന്നത് ഇതേ ഇടതുപക്ഷത്തിന്റെ വലിയ മുൻതൂക്കമുള്ളതുകൊണ്ട് അവർ വികസനത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു വാദമായി. ആ വാദങ്ങളെ വലിയ തരത്തിൽ മാറ്റി എഴുതുന്ന തരത്തിലുള്ള പരീക്ഷകൾ ഇവിടെ നടക്കുമ്പോൾ മറ്റ് മണ്ഡലങ്ങളിൽ വികസനം എത്തിയെന്ന് ചോദിച്ചാൽ മറ്റ് പല മണ്ഡലങ്ങളും ഒരു 10 വർഷത്തിന് മുമ്പ് ഈ പറയുന്ന ഗ്രാമങ്ങളെയൊക്കെ മുന്നിലായിരുന്നു. അപ്പം നമ്മൾ പറയുന്നത്
എല്ലായിടത്തും ഒരുപോലെ എന്നുള്ളതല്ല, അതാത് പ്രദേശത്തെ ജനങ്ങൾക്ക് അടിസ്ഥാനപരമായി ആവശ്യമുള്ള പല കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്നതിന് ഒരു മാതൃകയാകാൻ ഈ പ്രദേശത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇനി നമ്മൾ കണ്ട ചില കാഴ്ചകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ആസ്ഥാനം എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന സ്ഥലം എന്നുള്ള നിലയിൽ തന്നെ അതിൽ വലിയ പരിമിതി ഒരുപാട് ഇതുണ്ട്. അത് ഞങ്ങൾ പോയപ്പോഴത്തേക്ക് പാറപ്പുറത്ത് കുറേ പേര് നമ്മൾ കാണുകയുണ്ടായി. ആ കാണുമ്പം അവിടെ പാറപ്പുറം സ്തൂപം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്മാരക സ്തൂപം ഇരിക്കുന്ന സ്ഥലത്തേക്ക് 2 സ്ത്രീകളും ഒരു പുരുഷനും ഉണ്ടായിരുന്നു. അത് അവർ ചൊക്ലി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് വന്നവരാണ്. അവർ ചൊക്ലിയിൽ നിന്ന് വന്നിട്ട് ആ കാണാൻ വേണ്ടി അവർ പാർട്ടിയോട് അങ്ങേറ്റം കൂറുള്ളത് കൊണ്ടും പാർട്ടിയെ സ്നേഹിക്കുന്നത് കൊണ്ടും ഒക്കെ അവർ വന്നതാണ്. പക്ഷേ അവിടുത്തെ ചില ഭാരവാഹികൾ, അവിടുത്തെ പാർട്ടിയുടെ ചില ഭാരവാഹികൾ അവരെ പെർമിഷൻ ഇല്ലാതെ അകത്ത് കടന്നു എന്ന് അവർ ശോഭിക്കുന്നുണ്ടായിരുന്നു. ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ അകത്ത് കടന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം എവിടെയും കടന്നു ചെല്ലാവുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം ഉള്ള, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മറ്റുള്ളവരെ കടന്നു കയറി എന്തെങ്കിലുമൊക്കെ അപകീർത്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമെന്നുള്ളതുകൊണ്ടായിരിക്കാം ആ ഭയം. എങ്കിലും അങ്ങനെ ഒരു നിർഭയമായി കടന്നു ചെല്ലാവുന്ന ഒരുപാട് മേഖലകൾ ഉണ്ടാകേണ്ടതല്ലേ വാസ്തവത്തിൽ പിണറായി ഉൾപ്പെടെയുള്ള ഗ്രാമത്തിൽ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഉണ്ടാകേണ്ടത്. കാരണം പിണറായി എന്ന് പറയുന്ന പാറപ്പുറം പ്രദേശം, പിണറായിയുടെ ഭാഗമായ തൊട്ടടുത്ത് വീഴുന്ന പറപ്പുറം ഏതാണ്ട് കേരളത്തിൻ്റെ പൊതു സ്വത്താണെന്ന് വേണമെങ്കിൽ പറയാം. ആർക്കും ഇവിടെ വന്ന് ഈ വസ്തു, ഇപ്പം കേളപ്പജിയെ കാണാൻ ഈ പറയുന്ന വടകരയിലേക്ക് ആളുകൾ വരുന്നത് പോലെ കേരളത്തിൻ്റെ പൊതു ഇടം, പൊതു സ്വത്ത് എന്ന തരത്തിലേക്ക് മാറിയ അല്ലെങ്കിൽ മാറേണ്ട ഒരു ഇടത്തേക്ക് എല്ലാവർക്കും കടന്നു വരാൻ അവസരം ഉണ്ടാകണം. അതേസമയം അനാരോഗ്യകരമായ ചില പ്രവണതകൾ പ്രത്യേകിച്ച് BJP പോലുള്ള പാർട്ടികൾ കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു പശ്ചാത്തലത്തിലാകാം അവരങ്ങനെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു. നമുക്കറിയില്ല, പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് കഴിഞ്ഞതിനങ്ങേ പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി, BJPയുടെ സ്ഥാനാർത്ഥി കടന്നു കയറി നടത്തിയ ആഭാസം കഴിഞ്ഞ ദിവസം ഇതിന് സമാനമായ ഒരു സംഭവം AKGയെ അടക്കം ചെയ്ത പ്രദേശത്തുണ്ടായിരുന്നു. ഇതുകൊണ്ടാകാം അപ്പോഴും ഇതൊക്കെ കേരളത്തിൻ്റെ പൊതു മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഇടങ്ങളായി പാർട്ടി പ്രത്യേകമായി തിരിച്ചറിയണം. അവിടെ നടക്കുന്ന അനാശാസ്യകരമായ കടന്നുകയറ്റം ഉണ്ടെങ്കിൽ അവരെ സമൂഹം തിരസ്കരിക്കാൻ കരുത്ത് കാണിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ ഈ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നാമത് നിൽക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിലും ഒന്നാമത് നിൽക്കുന്ന ആൾ എന്ന നിലയിലും ഇവിടെ വിജയത്തിന് സംശയമൊന്നുമില്ല. എതിരാളി പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ തീരെ സംശയമില്ല. പക്ഷേ എത്ര വോട്ട് കിട്ടും, എത്രമാത്രം ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരു എന്താണ്, അതിലും അഭിപ്രായ വ്യത്യാസമില്ല. എതിരാളികൾ പോലും പറയുന്നില്ല ജയിക്കുമെന്ന് പറയുന്നില്ല. പക്ഷെ അവർക്ക് ജയിക്കുമെന്ന് പറഞ്ഞാലല്ലേ മത്സരിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ മത്സരിക്കാൻ പറ്റില്ല. പക്ഷേ ഭൂരിപക്ഷം വളരെയധികം കൂടുമെന്നും ഏതാണ്ട് 1 ലക്ഷത്തോളം ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞവരുണ്ട്, 60,000 ഭൂരിപക്ഷം കിട്ടുമെന്ന് പറഞ്ഞവരുണ്ട്. എന്തായാലും ഭൂരിപക്ഷം ഉറപ്പ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഭൂരിപക്ഷം കുറയും എന്നാരും പറഞ്ഞില്ല എന്നുള്ള പ്രത്യേകതയാണ്. ഭൂരിപക്ഷം കുറയും എന്നാരും പറഞ്ഞില്ല, കൂടുന്ന കാര്യത്തിലാണ് പ്രശ്നം. ഭൂരിപക്ഷം കുറയുമെന്ന് ആരും പറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഇതൊരു കൗതുകകരമായ ഒരു കാഴ്ചകളാണ് ഞങ്ങളിവിടെ കണ്ടത്. കൗതുകം എന്നുള്ളത് മാത്രമല്ല, വാസ്തവത്തിൽ എനിക്കൊരു ഒരു ചെറിയൊരു നിരാശയുണ്ട്. ആ നിരാശയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്താണ്, ഇതുപോലെ തന്നെ ആയിരിക്കണം കേരളത്തിലെ 140 മണ്ഡലങ്ങൾ. 140 മണ്ഡലങ്ങൾ ഇങ്ങനെ തന്നെ വികസിക്കണം. അങ്ങനെ വികസിച്ച് വരുന്ന ഒരു കേരളത്തെക്കുറിച്ചാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. ഓരോ മണ്ഡലവും കേരളം ഒരു ഒറ്റ മണ്ഡലമായി മാറണം. 140 മണ്ഡലങ്ങളും ചേർന്ന ഒരൊറ്റ മണ്ഡലമായി കേരളം മാറുമ്പം എല്ലായിടത്തും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അത് ഉണ്ടാവണം. അതിന് ഈ മണ്ണ് വഴി കാണിക്കുമോ എന്നുള്ള ചോദ്യം മാത്രം ഞങ്ങൾ ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുക.